അച്ഛാ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നെ ആനന്ദേട്ടനെ കൊണ്ട് കെട്ടിച്ചാരാ? ആനന്ദേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നു. അച്ഛൻ ആനന്ദേട്ടന്റെ കാര്യങ്ങളെന്ന് അന്വേഷിച്ചു, തീരുമാനിച്ചു, കല്യാണം നടത്തി. ഇതല്ലേ ഉണ്ടായത്? അങ്ങനെ അല്ലെന്ന് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ ഓരോരുത്തരുടെ മട്ടും മാതിരിയും കാണുമ്പോ ഞാനായിട്ട് ആനന്ദേട്ടനെ ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന മാതിരിയുണ്ട്. 4 വള, ഒരു നെക്ലസും ലോലാക്കും എല്ലാം ചേർത്ത് ആകെ 15 പവനല്ലേ അച്ഛൻ എനിക്ക് തന്നത്. ആനന്ദേട്ടനും കുടുംബക്കാരും പാവങ്ങളായതുകൊണ്ട് അത് മതിയെന്ന് സമ്മതിച്ചു. ഞാൻ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞോളായിരുന്നെങ്കിൽ 50 പവനെങ്കിലും ഇല്ലാതെ അച്ഛൻ എന്നെ ഈ പടി കിടത്താൻ പറ്റുമായിരുന്നോ? പദമുള്ളിടം പാതാളം എന്ന് പറഞ്ഞ പോലെയാ. അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ കാശൊക്കെ എന്തിയെ? അതിന് എനിക്ക് അവകാശമൊന്നുമില്ലേ? അമ്മയുടെ പേരിൽ ആ പറമ്പ് വാങ്ങുമ്പോ അച്ഛൻ ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചോ? നിന്റെ കാശ് കൊടുത്ത് പറമ്പ് വാങ്ങിക്കുമ്പോ അച്ഛൻ നിന്നോട് ചോദിച്ചാ പോരെ? ആ, ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ നിന്റെ ചേരിതിരിവ് ഇവിടെ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇവിടെ ഒരു ചേരിതിരിവും ഇല്ല. അച്ഛന്റെ സ്വൈര്യം കെടുത്താനാണോ നിങ്ങളുടെയൊക്കെ പുറപ്പാട്? അവള് പറയട്ടെ ഭാനു. ആനന്ദേട്ടന്റെ ഒരു വിഷമം വന്നപ്പോ നിങ്ങളുടെ 2 അമ്മക്കളും തിരിഞ്ഞു നോക്കിയോ? നിന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പും കുറച്ച് നന്നായിരിക്കണേ. ദേ അമ്മേ, ആനന്ദേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, സ്നേഹം തൊട്ട് തിണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതിന് അവകാശമില്ല. ആനന്ദേട്ടന്റെ വീട്ടുകാരെന്നെ പൊന്നു പോലെയാ നോക്കുന്നത്. അറിയാം, കേട്ടിട്ടുണ്ട്. ഇത്രയും സ്നേഹമുള്ളവരെ ഉപേക്ഷിച്ചിട്ട് എന്റെ പൊന്നുമോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യടാ, നിങ്ങളുടെ സ്നേഹം ആസ്വദിക്കാൻ വന്നോന്നുമല്ല. തരാനുള്ളത് തന്നാലേ ആ നിമിഷം ഞങ്ങളങ്ങ് പോയേക്കാം. എന്തായാലും അതെങ്ങനെ ധൃതി വെക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, തരാനുള്ളത്